അങ്ങനെ വെള്ളിയാഴ്ച ഉച്ചയായിട്ട് നമ്മുടെ കൊക്കോപ്പെണ്ണ് പോട്ട് ചെയ്യാത്തതുകൊണ്ട് അവളെ കൊണ്ട് ഞാൻ വെറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ഈ പെറ്റ്സിന് സുഖമില്ലാത്തപ്പോൾ ഉണ്ടല്ലോ, ആദ്യം കാണിക്കുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാതിരിക്കും, പിന്നെ നല്ല ക്ഷീണം, വോമിറ്റിങ്, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവളുടെ കേസിൽ ഇവൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ പോട്ടി ചെയ്യുന്നില്ല. അതെന്നെ വല്ലാതെ ബോദർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇവരുടെ കേസിൽ അവർക്കത് പറയാൻ പറ്റില്ല. അപ്പം വെച്ചുകൊണ്ടിരുന്ന അതൊരു ഇഷ്യൂ ആയിട്ട് നാളെ അതൊരു വലിയ പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ കൊണ്ടുപോകുന്നത്. എനിക്ക് ഈ പെറ്റ് പാരൻസിനോട് അല്ലെങ്കിൽ പെറ്റിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പെറ്റിനെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ട മെഡിക്കൽ ഹെൽപ്പ് കൂടി കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. അവരുടെ ഇയർലി വാക്സിനേഷൻ, പിന്നെ 3 മാസം കൂടുമ്പോൾ ഉള്ള ഡീവേമിങ്, ടിക്ക് ആൻഡ് ഫ്ലീസ്, അതുപോലെ ഇടയ്ക്ക് ഇതുപോലെ വല്ല അസുഖങ്ങൾ വരികയാണെങ്കിൽ അതിനും നമ്മൾ പൈസ ചിലവാക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഇവിടെ ഒരുപാട് അബാൻഡൻ പെറ്റ്സിനെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു അസുഖവും ഇല്ലാതെ നല്ല ക്യൂട്ടൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ കളിപ്പിക്കാനൊക്കെ ആൾക്കാർ ഒത്തിരി ഉണ്ടാവും. പക്ഷേ ഒരു അസുഖം വരുമ്പോൾ, വയ്യായ വരുമ്പോൾ, പൈസ ചിലവാക്കേണ്ട കേസ് വരുമ്പോൾ ഒരുപാട് പേര് പെറ്റ്സിനെ അബാൻഡൻ ചെയ്യണ കാണാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെറ്റ്സിന് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജോലി ഇല്ലെന്നോ അല്ലെങ്കിൽ പൈസ ഇല്ലെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ആകെ അറിയാവുന്നത് നമ്മളാണ് അവരുടെ കെയർ ടേക്കർ, നമ്മളാണ് അവരുടെ ലോകം, അവർക്ക് നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ ഉപേക്ഷിക്കുമ്പോൾ അത് അവർക്ക് നല്ലൊരു ട്രോമയാണ്. അപ്പോൾ പെറ്റ്സിനെ നോക്കാൻ പോകുന്നവർ അതിന് വേണ്ടിയിട്ട് ഉള്ള സമയവും സാമ്പത്തികവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പെറ്റ്സിന് നോക്കാൻ മുതിരാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ കൊക്കുവിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ, കൊക്കുവിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അവർ കാണുന്നില്ല. എന്നിരുന്നാലും പോട്ടി ചെയ്യാത്തത് കൊണ്ട് അവർ എനീമ വെച്ചിട്ട് അവളെ കൊണ്ട് അപ്പിടിയിപ്പിച്ചു. എന്നെ അവർ വിളിച്ച് കാണിപ്പിച്ചു. ഉള്ളത് പറയാലോ, ഇത്രയും വില കൂടി അപ്പി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അപ്പിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ കൊക്കോപ്പെണ്ണ് എൻ്റെ മടിയിൽ കയറിയിരുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. 5 ദിവസത്തേക്കുള്ള ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ടും അവൾക്ക് ഇനി ഇതുപോലെ കോൺസ്റ്റിപ്പേറ്റഡ് ആവുകയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ലാക്സേറ്റീവ് മരുന്നും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൊക്കോൻ്റെ അപ്ഡേറ്റ്.